Hi all, welcome to Manorama Horizon YouTube classes. ഇന്ന് നമ്മൾ ഗ്രേഡ് 8ലെ ഫിസിക്സിൻ്റെ അടുത്ത ചാപ്റ്റർ ആണ് കവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് മോഷൻ. സോ മോഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ വി ആർ സീയിങ് സംതിങ് ഓർ ദി അതർ ഇൻ മോഷൻ അല്ലേ. നമ്മൾ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ വേർ വി ക്യാൻ സൈറ്റ് എക്സാമ്പിൾസ് ഓഫ് മോഷൻ. സോ നമ്മൾ കുറച്ച് 2-3 എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാണ്. സോ യു ക്യാൻ സീ എ വാട്ടർഫോൾ. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മോഷൻ. ഇനി നമ്മൾക്കറിയാം എന്താണ് പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. അതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് മോഷൻ ആണ്. വി ക്യാൻ സീ പ്ലാനറ്റ്സ് ആർ മൂവിങ് അറൗണ്ട് ദി സൺ, പ്ലാനറ്റ്സ് ആർ റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അതൊക്കെ എക്സാമ്പിൾസ് ഓഫ് മോഷൻ ആണ്. പിന്നെ മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ബ്ലഡ് ഫ്ലോയിങ് ത്രൂ അവർ വെയിൻസ് ആൻഡ് ആർട്ടറീസ് ഒക്കെ അല്ലേ, നമ്മുടെ ബോഡിയിൽ കൂടെ ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മോഷൻ. സോ മോഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ മോഷൻ പറയുമ്പോൾ വി നീഡ് ടു സീ ദാറ്റ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റീവ്. സോ ദി ടേം മോഷൻ ഈസ് റിലേറ്റീവ്. ഒരു ഓബ്ജക്റ്റ് മോഷനിലാണ് അല്ലെങ്കിൽ മോഷനിലല്ല എന്ന് പറയണമെങ്കിൽ മറ്റൊരു ഓബ്ജക്റ്റ് വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ക്യാൻ സീ എ ട്രെയിൻ ഹിയർ അല്ലേ. അപ്പം ഈ ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് നോക്കിയാൽ ക്യാൻ സീ ദാറ്റ് എന്ത് ട്രെയിൻ മോഷനിലാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളും എന്ത് മോഷനിലാണെന്ന് ഈ പുറത്ത് നിൽക്കുന്ന ആൾക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പുറത്തേക്ക് നോക്കുമ്പോൾ ദേ ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് ഇൻ മോഷൻ അല്ലേ. സോ അവരെന്താ പറയുക, അവർ പറയും ഞങ്ങൾ റെസ്റ്റിലാണെന്ന്. പക്ഷേ ഈ മനുഷ്യൻ നോക്കുമ്പോൾ ആ ആളുകളൊക്കെ എന്താണ് മോഷനിലാണ്. സോ ദാറ്റ് ഈസ് റിലേറ്റീവ്. മറ്റൊരു വസ്തുവിനെ വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഒരു ഓബ്ജക്റ്റ് മോഷനിലാണോ മോഷനിലല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അങ്ങനെ 2 കാര്യങ്ങൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് മോഷൻ റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെ കുറേ പുതിയ ടേംസ് നമ്മൾ മോഷൻ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മോഷൻ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. ആൻഡ് റിലേറ്റീവ് മീൻസ് വാട്ട്, വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി വെച്ചിട്ട് മാത്രമാണ് നമുക്ക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു ബോഡീനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. സോ റെഫറൻസ് ബോഡി എന്താണ്? റെഫറൻസ് ബോഡി ഈസ് ദി ഓബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എൻ ഓബ്ജെക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എൻ ഓബ്ജെക്ട് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. ഒരു ഓബ്ജക്റ്റിൻ്റെ മോഷനും സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ വി നീഡ് അനദർ ഓബ്ജെക്ട്. ആ ഓബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. സോ അനദർ ബോഡി ഈസ് റിക്വയർഡ് ടു ഡിഫൈൻ ദിസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ അതിനെ നമ്മൾ റെഫറൻസ് ബോഡി എന്ന് വിളിക്കും. സോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഇസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനോ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ വി ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സമയത്തിനനുസരിച്ച് ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷന് മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് എന്താണ് ഐ എം ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ, ഞാനൊരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്, എനിക്ക് ഇവിടുത്തെ പൊസിഷനോ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ബട്ട് ഇഫ് ഐ എം ചേഞ്ചിങ് മൈ പൊസിഷൻ, ഇഫ് ഞാൻ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്കോ ഒക്കെ അണ്ടർ മോഷനിലാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് എന്താ ഞാൻ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഓക്കെ, സോ സമയത്തിനനുസരിച്ച് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഇനി പൊസിഷന് മാറ്റം വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, സമയത്തിനനുസരിച്ച് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് മാറുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സോ ഐ ഹോപ്പ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം. സോ നമ്മൾ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പിക്ക് ചെയ്തിട്ട് നോക്കുവാണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ദി റെഫറൻസ് ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ എന്ന് നോക്കാൻ പോവാണ്. സോ റെഫറൻസ് ബോഡിയും ഈ പറയുന്ന പോലെ എന്താണ് മാറ്റി എടുക്കാം അല്ലേ. എപ്പോഴും ഇപ്പോൾ ഓരോ ഓബ്ജക്റ്റ് മോഷനിൽ ആണ് എന്ന് പറയുന്ന റെഫറൻസ് ബോഡി ആയിരിക്കത്തില്ല, ഓരോ ഓബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ബോഡി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട്, പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. അതാണ് സിറ്റുവേഷൻ. സോ ഈ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ എന്ന് നമ്മൾ നോക്കാൻ പോവാം. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ബസ്. ഒരു ബസ്സിലിരിക്കുന്ന പാസഞ്ചർ, ഒരു മൂവിങ് ബസ്സിലിരിക്കുന്ന പാസഞ്ചർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബസ് ആ പേഴ്സൺ എന്താണ് റെസ്റ്റിലാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലേ. ഇപ്പം നമ്മൾ സ്കൂൾ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ
ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മളൊരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബസ്. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു ദ റോഡ് എന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സോ നമുക്ക് പറയാം വിത്ത് റെസ്പെക്ട് ടു റോഡ് വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. റോഡിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ദിൽ ഫീൽ ലൈക്ക് നമ്മളും മൂവ് ചെയ്യുകയാണെന്ന്, അല്ലേ? ബസ് മൂവ് ചെയ്യുന്നത് പോലെ നമ്മൾ മൂവ് ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നും. അപ്പം നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെന്ന് പറയും. ഓക്കെ, അപ്പം ഒരേ എക്സാമ്പിൾ ആയിരുന്നു, ഒരേ സിറ്റുവേഷൻ ആയിരുന്നു, അതായത് പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. അവിടെ നമ്മൾ 2 റെഫറൻസ് ബോഡി എടുത്തു. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ദി ബസ്സും മറ്റേതെന്താണ് വിത്ത് റെസ്പെക്ട് ടു ദി റോഡും. അപ്പോൾ 2 റെഫറൻസ് ബോഡി എടുത്തപ്പോഴത്തേക്കും എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനും വ്യത്യാസം വന്നു. ഓക്കെ, അതായത് കണ്ടീഷൻസ് മാറിയപ്പോഴത്തേക്കും അല്ലെ റെഫറൻസ് ബോഡി മാറിയപ്പോഴത്തേക്കും മോഷനിലാണോ റെസ്റ്റിലാണോ എന്നുള്ള കണ്ടീഷൻസ് മാറി. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു അനദർ എക്സാമ്പിൾ. എന്താണ്? എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. ഓക്കെ, ഒരു പാടത്തു കൂടെയോ അല്ലെങ്കിൽ പറമ്പിൽ കൂടെയോ ഒക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു പശു ഉണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു ബേർഡ് അല്ലെ ഒരു ക്രോ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. അപ്പം ഈ കേസിൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദ കൗവും വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ടും സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ്? ഒരു കവിൻ്റെ മുകളിൽ വി ആർ ഹാവിങ് എ ക്രോ, അല്ല? ഇപ്പോൾ ഒരു കവിൻ്റെ മുകളിൽ നമുക്കൊരു ക്രോ ഉണ്ടെന്ന് വെക്കുക. സോ വിത്ത് റെസ്പെക്ട് ടു ദ കൗ ഓൾറെഡി മോഷനിലാണ്. സോ വിത്ത് റെസ്പെക്ട് ടു ദ കൗ ഈ ക്രോ എങ്ങനെ ആയിരിക്കും? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കുമോ അതോ സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കുമോ? ഇറ്റ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, ഒരു ക്രോ കവിൻ്റെ മുകളിലുണ്ടെങ്കിൽ ആൻഡ് കൗ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി കൗ. ഈ സെയിം എക്സാമ്പിൾ, ഇതായത് നമ്മൾ എന്താണ് ഒരു പാസഞ്ചറിൻ്റെ മൂവിങ് ബസ്സിൻ്റെ എക്സാമ്പിൾ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ മൂവിങ് ബസ്സിന് പകരം വി ആർ ഹാവിങ് എ കൗ. ഓക്കെ, ഇനി പാസഞ്ചറിന് പകരം നമുക്കൊരു ക്രോ ഉണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു കൗ എന്താണ്? ഈ ക്രോ റെസ്റ്റിലാണ്. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു റോഡ് എന്താണ്? ഈ പാസഞ്ചർ മോഷനിലായിരുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈ ക്രോയും മോഷനിലായിരിക്കും, അല്ലേ? സോ ഇറ്റ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത് ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ഓക്കെ, ഒരു ഫീൽഡിൽ ഒരു കുട്ടി നിൽക്കുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്താണ്? ഇറ്റ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ദി ചൈൽഡ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ദി സൺ, വിത്ത് റെസ്പെക്ട് ടു സൺ, അപ്പോൾ നമുക്കറിയാം എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. സോ വിത്ത് റെസ്പെക്ട് ടു സൺ എർത്ത് ഈസ് മൂവിങ്, അല്ലേ? എർത്ത് മൂവ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ബോയ് ഈസ് ഓൾസോ മൂവിങ്. സോ ദാറ്റ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, ഇനി അടുത്ത നോക്ക്. എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, അതായത് സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനും ഉള്ള റെഫറൻസ് ബോഡി എന്താണ് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. സോ ദ ടേബിൾ ഈസ് ഇൻ മോഷൻ, അല്ലേ? സോ ദ ബുക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ടേബിൾ. അപ്പോൾ എങ്ങനെയാണ്? വി ക്യാൻ സേ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ടേബിൾ, ദി ബോഡി വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. വിത്ത് റെസ്പെക്ട് ടു ദി ടേബിൾ ആയിരിക്കും എന്ത്? ദിസ് ബുക്ക് വിൽ ബി ഓൺ റെസ്റ്റ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആയിരിക്കും എന്ത്? ദിസ് വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, അതായത് റൊട്ടേറ്റിംഗ് ടേബിളിൽ ഒരു ബുക്ക് വെച്ചാൽ ബുക്കിൻ്റെ പൊസിഷന് മാറ്റമൊന്നും വരുന്നില്ല, അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ ദ ബുക്ക് ഈസ് അറ്റ് റെസ്റ്റ്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് someone who is viewing that book from outside. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, ടേബിളിന് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ബുക്ക് എന്താണ്? ഈ ബുക്ക് ടേബിളിനോടൊപ്പം മൂവ് ചെയ്യുകയാണ്, അല്ലേ? സോ ദാറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ബേസ്ഡ് ഓൺ ദി റെഫറൻസ് ബോഡി ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലെറ്റ് us look into this example. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സോ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ പോകുന്നു. ദെൻ ദർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്, ദർ ഇസ് എൻ ഐസ്ക്രീം ഷോപ്പ് ആൻഡ് ബാക്ക് ടു ഹോം. ഓക്കെ, സോ വീട്ടിൽ ചെല്ലണമെങ്കിൽ either he can go through this way and come back or ഇങ്ങനെ ചുറ്റി വീട്ടിലെത്താം. സോ നമ്മളോട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ആൻസർ ദം. ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ചൈൽഡ് ടു റീച്ച് ദ പ്ലേ ഗ്രൗണ്ട് ത്രൂ സ്കൂൾ. അപ്പോൾ ഈ ചൈൽഡിന് ഈ പ്ലേ ഗ്രൗണ്ടിൽ എത്തണം ത്രൂ സ്കൂൾ. അതിന് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ക്യാൻ സി, ഇത് 500, ഇത് 300 മീറ്റർ, അല്ലേ? ഈ ദൂരം 500 മീറ്റർ, ഈ ദൂരം 300 മീറ്റർ.
സോ ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 പ്ലസ് 300 ദാറ്റ് ഈക്വൽ ടു 800 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഡിസ്റ്റൻസ് ട്രാവൽ ടു റീച്ച് ദ പ്ലേ ഗ്രൗണ്ട് ത്രൂ ഐസ്ക്രീം ഷോപ്പ്. അപ്പോൾ വീട്ടിൽ നിന്ന് പ്ലേ ഗ്രൗണ്ടിൽ എത്തണം ത്രൂ ഐസ്ക്രീം ഷോപ്പ്. സോ ഇതാണ് ആ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? 450 പ്ലസ് 250. സോ ദാറ്റ് വിൽ ബി 450 പ്ലസ് 250 ദാറ്റ് ഈസ് ഈക്വൽ ടു 700 മീറ്റർ. ഇനി the total distance covered if we travel from home to playground and back home. So വീട്ടിൽ നിന്ന് പ്ലേ ഗ്രൗണ്ട് വരെ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തോരം ദൂരം കവർ ചെയ്തു എന്ന്. അപ്പോൾ നമുക്കറിയാം ഈ ദൂരം എത്രയാണ്? 500 പ്ലസ് 300 ആണ് ദൂരം, ദാറ്റ് ഈസ് 800 മീറ്റർ ആണ്. ഇനി തിരിച്ച് പോകുമ്പോഴത്തേക്കും എന്താണ്? തിരിച്ച് ഒരു 800 മീറ്റർ കവർ ചെയ്യണം അല്ലേ? ഇങ്ങോട്ട് വരാനും പ്ലേ ഗ്രൗണ്ട് വരെ വരാനും ഒരു 800 മീറ്റർ, തിരിച്ചു പോകാനും ഒരു 800 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 1600 മീറ്റർ അല്ലേ? 800 മീറ്റർ പ്ലസ് 800 മീറ്റർ 1600 മീറ്റർ. അടുത്ത ചോദ്യമാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും ഈ കണ്ടീഷനിലെന്ന്. ഓക്കെ, സോ ഈ കുട്ടി വീട്ടിൽ നിന്ന് പ്ലേ ഗ്രൗണ്ട് വരെ വന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ആക്ച്വലി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 0. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 1600 മീറ്റർ ആയിരുന്നു ഇവിടുത്തെ ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി. സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേം ഡിസ്റ്റൻസ് ആൻഡ് ദ ടേം ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അതെന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഫുൾ ദൂരമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ ബോഡി ഈസ് മൂവിങ് ഫ്രം എ ടു ബി, ഇഫ് എ ബോഡി ഈസ് മൂവിങ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബി വരെ ഒരു ബോഡി മൂവ് ചെയ്യാണ് ആൻഡ് ഇഫ് ദാറ്റ് ഇസ് 200 മീറ്റർ ആണെങ്കിൽ ഈ കേസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ദാറ്റ് ഇസ് 200 മീറ്റർ. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ ബി ആണ്. So it covers a distance or displacement of 200 meter. Suppose ഈ ബോഡി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ പോയി തിരിച്ച് എയിലേക്ക് വന്നു. ഓക്കെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ പോയി തിരിച്ച് എയിലേക്ക് വന്നു. സോ ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? രണ്ടും എ തന്നെയാണ്. സോ ഈ കേസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0. ഓക്കെ, ഇവിടെ 200 മീറ്റർ തന്നെയാണ്, ബിക്കോസ് ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബിയും ആണ്. ഇവിടെയോ? ഇവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും രണ്ടും ഒന്ന് തന്നെയാണ്. സോ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, നൗ ഡിസ്റ്റൻസ് ഇസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഇസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. സെയിം എക്സാമ്പിൾ എടുത്താൽ if a body is moving from A to B and it covers a distance 200 meter, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. പക്ഷേ ഒരു ബോഡി എയിൽ നിന്ന് ബി വരെ പോയി തിരിച്ച് എയിലേക്ക് വരുമ്പോഴത്തെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പക്ഷേ ഡിസ്റ്റൻസ് എന്താണ്? ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. അപ്പോൾ ഈ ബോഡി 200 മീറ്റർ ഇവിടെ കവർ ചെയ്തു, അതിനുശേഷം തിരിച്ചും ഒരു 200 മീറ്റർ കവർ ചെയ്തു. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 മീറ്റർ ആയിരിക്കും. So that is the length of the path covered. Now displacement has both magnitude and direction. Displacement പറയുമ്പോൾ നമുക്ക് it has both magnitude and direction, and displacement ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെറസ് ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യത്തുള്ളൂ, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നൗ വി ഹാവ് എ സിറ്റുവേഷൻ. നമുക്ക് നോക്കാം. എ സ്റ്റോൺ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ഇറ്റ് ട്രാവൽസ് ടു എ ഹൈറ്റ് 6 മീറ്റർ ആൻഡ് ഫോൾസ് ബാക്ക് ടു ദി ഹാൻഡ്. അപ്പോൾ ഒരു സ്റ്റോൺ എടുത്ത് മുകളിലേക്ക് എറിയുന്നു, 6 മീറ്റർ പൊങ്ങിയതിന് ശേഷം അത് തിരിച്ച് നമ്മുടെ കയ്യിൽ വരുന്നു. ഇനി എന്താണ്? We have to calculate distance and displacement in both these situations. So when the stone reaches the topmost position,
അവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് നോക്കണം. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് എ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലേ, ടോട്ടൽ പാത്ത്, ദ ലെങ്ത് ഓഫ് ദി പാത്ത് ദാറ്റ് ഈസ് കവേർഡ് ബൈ ദ ബോഡി. എന്തോരം ദൂരം ബോഡി സഞ്ചരിച്ചു എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. അപ്പം 6 മീറ്റർ പോയെങ്കിൽ വെൻ ദി സ്റ്റോൺ റീച്ചസ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ 6 മീറ്റർ ആയിരിക്കുമല്ലോ അതിൻ്റെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ദൂരമാണ് അല്ലേ. സോ ഇവിടെ എന്താണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ കൈ ഇരുന്ന സ്ഥലമാണ്. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദി ടോപ്പ് മോസ്റ്റ് പൊസിഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ടോപ്പ് മോസ്റ്റ് പൊസിഷൻ 6 മീറ്റർ ആണ് ഈ ദൂരം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 6 മീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡിന് മാറ്റമൊന്നുമില്ല, ബോത്ത് ആർ സെയിം. ഇനി വെൻ ദി സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ്, ഇപ്പോൾ മുകളിൽ ചെന്നിട്ട് ഈ സ്റ്റോൺ താഴേക്ക് വീഴുന്ന കണ്ടീഷനും കൂടെ ആലോചിക്കുക. അതായത് നിങ്ങൾ സ്റ്റോൺ എറിഞ്ഞു, 6 മീറ്റർ പോയി, സ്റ്റോൺ തിരിച്ച് നിങ്ങളുടെ കൈ വരുന്നു. ഈ ഫുൾ സിറ്റുവേഷൻ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? സ്റ്റോൺ മുകളിലേക്ക് 6 മീറ്റർ പോയി, താഴേക്കും 6 മീറ്റർ വന്നു. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 6 + 6 ആയിരിക്കും, 12 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0 അല്ലേ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ബിക്കോസ് ദി ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? സെയിം ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0 ഇഫ് യു ആർ എന്താ സ്റ്റോൺ തിരിച്ച് നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്ന കണ്ടീഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0 ബട്ട് ഡിസ്റ്റൻസ് ഇസ് 12 മീറ്റർ. അപ്പോൾ ഈ കണ്ടീഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. സോ ഐ ഹോപ്പ് ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു സ്കേലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനും നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സോ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, സോ ഫ്രം ദി എക്സാമ്പിൾസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കണ്ടീഷൻ വെച്ച് നോക്കിയാൽ നമുക്കറിയാം എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല എടുക്കുക, ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഓബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിൽ പോയി തിരിച്ച് എയിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയി അല്ലേ. ഇവിടെ നമ്മൾ പോസിറ്റീവ് എടുത്താൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യും. സോ എന്താണ് ഇൻ എഫക്റ്റ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയി. ആൻഡ് വാട്ട് ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി? ഇഫ് ദ ക്വാണ്ടിറ്റി ഇൻ വിച്ച് നമ്മൾ ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നില്ല, വി ആർ കൺസിഡറിങ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ scalar quantity. Displacement is a vector quantity, distance is a scalar quantity. Now we move to speed. For speed എന്താണ്? Speed is a distance travelled in unit time. Speed is the distance travelled in unit time. അല്ലെങ്കിൽ സ്പീഡിനെ നമുക്ക് distance by time എന്ന് എഴുതാം. Okay, so speed is the distance travelled in unit time or speed is distance by time. And speed എന്താണ്? Speed ഒരു scalar quantity ആണ്. So speed is a scalar quantity. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഈ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. സോ സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. സോ ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ മോഷനെ എന്താണ്? യൂണിഫോം സ്പീഡുള്ള ഒരു മോഷനായിട്ട് പറയും, യൂണിഫോം സ്പീഡാണെന്ന് പറയും. അതായത് ഒരു ബോഡി ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ എടുത്തോളൂ. ഇവിടെ 1-2 സെക്കൻഡ്സിൽ ഈ ബോഡി 10 മീറ്റർ കവർ ചെയ്തു, 2 സെക്കൻഡ്സിൽ ഈ ബോഡി 10 മീറ്റർ കവർ ചെയ്തു, എഗെയിൻ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ, 2 സെക്കൻഡ്സിൽ 10 മീറ്റർ, ലൈക്ക് ദാറ്റ്. സോ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്ത് പോകുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ യൂണിഫോം സ്പീഡ് മോഷൻ അല്ല, ഇതൊരു യൂണിഫോം സ്പീഡിൽ പോകുന്ന മോഷനാണെന്ന് നമുക്ക് പറയാം. ഇനി നോൺ യൂണിഫോം സ്പീഡ് എന്താണ്? ഇഫ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ദേ 2 സെക്കൻഡിൽ ഈ ബോഡി 5 മീറ്റർ പോയി, പിന്നെ ഈ 2 സെക്കൻഡിൽ ഈ ബോഡി എത്ര 15 മീറ്റർ പോയി. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് 2 to 4 അല്ലെ. 2 സെക്കൻഡിന് 4 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 15 മീറ്ററും കൂടെ കവർ ചെയ്തു. എഗെയിൻ ഈ 2 സെക്കൻഡിൽ ഈ ബോഡി 6 മീറ്റർ പോയി. സോ ഇതൊരു അൺഈക്വൽ
ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഓരോ ടൈം ഇൻ്റർവെല്ലിലും അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ മോഷനെ ആണ് നമ്മൾ നോൺ യൂണിഫോം സ്പീഡുള്ള ഒരു മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അത് യൂണിഫോം സ്പീഡിലാണ്, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൗ വി മൂവ് ടു വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. സോ വെലോസിറ്റിനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം ആയിട്ട് പറയാം. സോ വെലോസിറ്റി ഈസ് displacement by time. We know എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുപോലെ തന്നെ വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി പറയുമ്പോഴും നമ്മൾ ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. എഗൈൻ എസ് ഐ യൂണിറ്റ് ഓഫ് വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. എസ് ഐ യൂണിറ്റ് ഓഫ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എസ് ഐ യൂണിറ്റ് ഓഫ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. വി നോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. സോ വെലോസിറ്റിയും എന്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് എസ് ഐ യൂണിറ്റ്. സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ബട്ട് സ്പീഡ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ഓഫ് മോഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ദി ഡയറക്ഷൻ ഓഫ് മോഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. വെലോസിറ്റിക്കും നമ്മൾ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി പറയാണ്. സോ ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അതാണെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയും. ഇപ്പോൾ യൂണിഫോം സ്പീഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ. വെലോസിറ്റിയും അങ്ങനെ തന്നെയാണ്, ബട്ട് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആൻഡ് ഓൾസോ ഡയറക്ഷൻ ഓഫ് മോഷനും ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിലോ unequal displacement in equal interval of time, also direction of motion ചേഞ്ച് വരാൻ പാടില്ല. ഇഫ് ഡയറക്ഷൻ ഓഫ് മോഷൻ മാറുവാണെങ്കിൽ അതും നോൺ യൂണിഫോം വെലോസിറ്റിയിൽ ആയി പോകും. ഇനി നമുക്കൊരു ബോഡിയുടെ വെലോസിറ്റീനെ മാറ്റണം. ഒരു ബോഡിയുടെ വെലോസിറ്റി മാറ്റണമെങ്കിൽ എന്താണ്, നമുക്ക് ഏതർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് മോഷൻ മാറ്റാം, അല്ലെങ്കിൽ ബോത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ദി മാഗ്നിറ്റ്യൂഡും മാറ്റാം. സോ ഇൻ ദീസ് 3 different ways we can change ഒരു നോൺ യൂണിഫോം വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ അടുത്തത് നമ്മൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് പിക്ക് ചെയ്യാൻ പോവാണ്. സോ ആസ് വി ഓൾ നോ, സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ്, നമ്മളൊരു 3 ഡിഫറൻസ് ഇവിടെ പറയുവാണ്. സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം അല്ലേ. സോ സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. നൗ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. Displacement in unit time. Next one is speed is a scalar quantity. So speed il nammal the magnitude maatrana consider cheya, whereas velocity is a vector quantity where the direction of motion or the direction and magnitude both are considered. Ini the value of speed ennu parayunnathu that can be positive and zero. Positive or zero ആയിരിക്കും എന്ത് സ്പീഡിൻ്റെ വാല്യൂ വരുന്നുണ്ട്. വേറസ് വെലോസിറ്റി വാല്യൂവിന് നെഗറ്റീവ് ആവാനും കൂടെ സാധിക്കും. സോ ദ വെലോസിറ്റി ക്യാൻ ബി നെഗറ്റീവ്, പോസിറ്റീവ് ഓർ സീറോ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ആദ്യത്തെ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്. വേറസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം ആണ്. എഗെയിൻ സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓൾസോ സ്പീഡ് ക്യാൻ ബി പോസിറ്റീവ് ഓർ സീറോ. സ്പീഡ് വാല്യൂസ് ഏതർ സീറോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരത്തുള്ളൂ. പ്ലസ് വെലോസിറ്റിക്ക് പോസിറ്റീവും നെഗറ്റീവും സീറോയും ആവാനുള്ള ഒരു എന്താണ് ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെലോസിറ്റി ക്യാൻ ബി -5 മീറ്റർ പെർ സെക്കൻഡ് ഓർ 5 മീറ്റർ പെർ സെക്കൻഡ്, -10 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ വെലോസിറ്റിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ടേം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദി ടൈമിനെ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയാം. ഇഫ് വി ആൻഡ് യു ആർ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു ആയിട്ട് എടുത്തു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി, ആ ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള വെലോസിറ്റി യുവും, ഇനി ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് എടുത്താൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ഇസ് വി മൈനസ് യു ബൈ ടി ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ തരുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് വി മൈനസ് യു ബൈ ടി, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇപ്പോൾ
ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഒക്കെ പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുവാണ് ആൻഡ് നമ്മൾ അതിനെ മോഷനിലേക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു ബോളിനെ നിങ്ങളൊന്ന് തട്ടിവിട്ടു. ഓക്കെ, സോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നത് നിങ്ങൾ തട്ടിവിട്ടാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു, അതായത് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് ഇട്ട് റെസ്റ്റിലേക്ക് വന്നാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻസിൽ അതിൻ്റെ ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0. ഇനി ആക്സലറേഷൻ പറയുന്ന പോലെ തന്നെ നമുക്ക് റിട്ടാർഡേഷൻ പറയാൻ പറ്റും. ഓക്കെ, സോ റിട്ടാർഡേഷൻ എന്താണ്? ഒരു ബോഡിയുടെ റിട്ടാർഡേഷൻ ഇസ് നെഗറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, ഒരു ബോഡിയുടെ ആക്സലറേഷൻ വാല്യൂ കുറയുന്നതിനെ ആണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ ഇസ് റിട്ടാർഡേഷൻ. സോ ലെറ്റ്സ് സോൾവ് ദിസ്. എന്താണ്? വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് acquired a velocity of 40 meter per second in 8 seconds. Okay, so given values എന്താണ്? നമുക്ക് കാണേണ്ടത് ആക്സലറേഷൻ ആണ്. വി നീഡ് ടു ഫൈൻഡ് ദി ആക്സലറേഷൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് അക്യൂർഡ് എ വെലോസിറ്റി ഓഫ് 40 meter per second. 40 meter per second വെലോസിറ്റി അക്യൂർ ചെയ്തു ആൻഡ് ദി ടൈം ഇസ് 8 seconds. സോ വി നീഡ് ടു ഫൈൻഡ് ദി ആക്സലറേഷൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് അറിയാതിരിക്കണം? വി അറിയാതിരിക്കണം, യു അറിയാതിരിക്കണം, ടി അറിയാതിരിക്കണം, അല്ലേ? ആക്സലറേഷൻ എന്താണ്? വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഈ 3 വാല്യൂസ് അറിയാമെങ്കിലാണ് നമുക്ക് ആക്സലറേഷൻ കാണാൻ പറ്റുന്നത്, അല്ലേ? സോ ലെറ്റ്സ് സി, ഈ 3 വാല്യൂസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. സോ ദി ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്, ദി ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. സോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. ഓക്കെ, ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി ഈസ് 0. എന്തുകൊണ്ടാണ്? ദി ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ദ ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്, അതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി ഇറ്റ് അക്യൂർഡ് എ വെലോസിറ്റി ഓഫ് 40 meter per second. സോ എന്താണ്? അതിൻ്റെ ഫൈനൽ വെലോസിറ്റി ആണ് 40 meter per second. ഓക്കെ, എഗെയിൻ സമയം ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 8 seconds. ഓക്കെ, ടൈം ഇസ് 8 seconds. സോ ദി സൊല്യൂഷൻ എന്താണ്? ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. വി 40 ആണ്, യു 0 ആണ്, ടൈം 8 seconds. സോ ദാറ്റ് ഇസ് 40 minus 0, 40 divided by 8, that is 5 meter per second square. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ആക്സലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ദാറ്റ് വിൽ ഗീവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, പ്രോബ്ലം സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? നൗ ലെറ്റ് us look into this examples. ഓക്കെ, ഈ ഓരോ സിറ്റുവേഷൻസിലും എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് does a body have acceleration in the following situations and why. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4 സിറ്റുവേഷനിലും ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ദി ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ബോഡി പോവാണ്. സോ ഇറ്റ് ഇസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ആക്സലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ വിൽ ബി 0. സോ ഇവിടെ ആക്സലറേഷൻ 0 ആണ്, ബിക്കോസ് ദി ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ആൻഡ് ദർ ഇസ് നോ ചേഞ്ച് ദാറ്റ് ഇസ് ഹാപ്പനിങ് ടു ദ വെലോസിറ്റി. വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ദി ബോഡി ആക്സലറേറ്റ് ആവുന്നില്ല. സോ ദ ആക്സലറേഷൻ ഇസ് 0 ഫോർ ദി ഫസ്റ്റ് കേസ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ 0 ആണ്. അടുത്ത എന്താണ്? ആ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. ഡെഫിനറ്റ്ലി അവിടെ എന്താണ്? ആക്സലറേഷൻ ഉണ്ട്, കാരണം ബോഡി നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. നോൺ യൂണിഫോം വെലോസിറ്റി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്, സോ ആക്സലറേഷനും ഉണ്ട്. സോ ഹിയർ ആക്സലറേഷൻ ഇസ് ദർ, ദിസ് ബോഡി ആക്സലറേറ്റ് ആവുന്നുണ്ട്. അടുത്തത്, എ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. ഒരു ബോഡി സർക്കുലർ പാത്തിൽ യൂണിഫോം സ്പീഡിൽ പോവാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എന്താണ്? ഈവൻ ദോ യൂണിഫോം സ്പീഡാണ്, പക്ഷേ ആ ബോഡി ആക്സലറേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? ആക്ച്വലി ആ ബോഡി ആക്സലറേറ്റ് ആവുന്നുണ്ട്, ബിക്കോസ് ഇതൊരു സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷനിൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, വേറെ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. സോ ഇവിടെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് ഒന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ്, അല്ലേ? ബട്ട് ദർ ഇസ് ഡയറക്ഷനും അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്.
സോ സർക്കുലർ മോഷനിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ചേഞ്ചും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, സോ ഹിയർ ആക്സിലറേഷൻ ഉണ്ട്. എഗെയിൻ ഫോർത്ത് കണ്ടീഷൻ ഒരു കോമ്പിനേഷനാണ്, മുകളിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു കോമ്പിനേഷൻ. എ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. ഡെഫിനറ്റ്ലി അവിടെ ആക്സിലറേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? സർക്കുലർ പാത്ത് ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ചും ഉണ്ട്, നോൺ യൂണിഫോം സ്പീഡ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട് അല്ലേ. സോ ഇവിടെയും ദി ബോഡി ഈസ് ഗെറ്റിംഗ് ആക്സിലറേറ്റഡ്. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷനിൽ മാത്രമാണ് ദി ബോഡി ഡസ് നോട്ട് അണ്ടർഗോ എനി ആക്സിലറേഷൻ, ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ലാതെ വരുന്നത് വെൻ ദി ബോഡി ഈസ് അണ്ടർ യൂണിഫോം വെലോസിറ്റി മോഷൻ. ആ ഒരു കണ്ടീഷനിൽ മാത്രം ആക്സിലറേഷൻ ഇല്ല. സോ ഫാർ നമ്മൾ മോഷനെ പറ്റിയും മോഷൻ റിലേറ്റഡ് ടേംസ് പഠിച്ചല്ലേ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ല. സോ മോഷൻ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക എന്താണ്? റോഡിലെ വെഹിക്കിൾസിൻ്റെ മോഷനെ പറ്റി നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. മോഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഈ വെഹിക്കിൾസിൻ്റെ മോഷനായിരിക്കും, കാറ്, ലോറി, ബസ്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. സോ വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി ആക്സിഡൻറ്റ്സ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ടു അറൗണ്ട് അസ്? നമുക്ക് ചുറ്റും ഒത്തിരി ആക്സിഡൻറ്റ്സ് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ട് വിൽ ബി ദ റീസൺ ഫോർ ദി ആക്സിഡൻറ്റ്സ്? ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ, ബട്ട് ഞാൻ 2-3 ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ തന്നെ പറയുന്നത് എന്താണ്? ഓവർ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾസ് ആണ്. ഓക്കെ, സോ എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്പീഡ് ലിമിറ്റ് ബോർഡ്സ് ഒക്കെ നമ്മൾ റോഡിലെല്ലാം കാണുന്നതാണ്, പക്ഷേ അതിനെ എക്സീഡ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും എന്താണ്? വെഹിക്കിൾസ് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. സോ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദി ഓവർ സ്പീഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്താണ്? ദി കെയർലെസ്നെസ് ഓഫ് ദി ഡ്രൈവേഴ്സ്. ഓക്കെ, വണ്ടി ഓടിക്കുന്നവരുടെ ശ്രദ്ധയില്ലായ്മയായിരിക്കും മറ്റൊരു റീസൺ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അതും എന്താണ്? കെയർലെസ്നെസ് ഓഫ് ഡ്രൈവേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബട്ട് അഗെയിൻ ദാറ്റ് ഈസ് അനദർ റീസൺ. സോ ഓൾ ദീസ് ആർ ദ റീസൺസ് ഫോർ ആക്സിഡൻറ്റ്സ് അറൗണ്ട് അസ്. നമ്മൾ ഇതുപോലത്തെ സൈൻ ബോർഡ്സ് ഒക്കെ ഒത്തിരി നമ്മുടെ റോഡ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ആദ്യത്തേത് എന്താ പറയുന്നത്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിക്കരുത് എന്ന് ഉള്ളൊരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വി ഹാവ് ടു വെയർ ഹെൽമെറ്റ്സ്. നമ്മൾ 2 വീലേഴ്സ് ഓടിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെയറിങ് ഹെൽമെറ്റ്സ്. അതുപോലെ കാർ ഓടിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിങ് സീറ്റ് ബെൽറ്റ്സ്. അങ്ങനെ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇനി എഗെയിൻ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ദി കെയർഫുൾ ഡ്രൈവിംഗ് ഓർ ഡ്രൈവറുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ എന്താണ്? നമുക്കൊരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആവശ്യമാണ് അല്ലേ, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ്. എഗെയിൻ ആക്സിഡൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്നവരുടെ കുറ്റം മാത്രമായിട്ട് പറയാതെ we have to consider the as a pedestrian, okay, what all things should be taken. വഴിയിൽ കൂടെ നടന്നു പോകുന്നവരും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് in order to prevent this accidents. അപ്പോൾ അതെന്താണ്? അതിലൊന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും we have to make sure that we are using the right side of the road. അല്ലെങ്കിൽ ഒരു ഫുട്പാത്ത്, റോഡിലൊരു ഫുട്പാത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ മാത്രം നടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസിങ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ദാറ്റ് ഒരു പരിധി വരെ നമുക്ക് എന്താണ്? സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാനും സാധിക്കും. സോ ദി സീബ്ര ക്രോസിങ്ങിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? ദി ഡ്രൈവേഴ്സ് വിൽ ബി വിജിലൻറ്റ് ദാറ്റ് ദി പീപ്പിൾ വിൽ ബി യൂസിങ് ഇറ്റ്. അപ്പം ഇറ്റ് വിൽ ഹെൽപ്പ് us ടു ക്രോസ് ദ റോഡ് ഈസിലി. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം, ഓൾസോ നിങ്ങൾ രാത്രി ട്രാവൽ ചെയ്യുമ്പം മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഡാർക്ക് കളർ ക്ലോത്ത്സും ഒന്നും ഉപയോഗിക്കാതെ റോഡിന് സൈഡിൽ കൂടെ നടക്കാൻ ശ്രദ്ധിക്കുക. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കുറച്ച് ലൈറ്റ് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ റോഡിൽ കൂടെ രാത്രി നടക്കുന്നെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. സോ ഓൾ ദീസ് പ്രിക്കോഷൻസ് ആർ റിയലി നെസസറി ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ഓൺ റോഡ്സ്. അത് ജസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവരുടെ കേസിൽ മാത്രമല്ല, ദി റോഡ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും കേസിൽ, വിച്ച് ഇൻക്ലൂഡ്സ് ദി പീപ്പിൾ വാക്കിംഗ് ത്രൂ ദി റോഡ്. പെഡസ്ട്രിയൻസും അതേപോലെ തന്നെ ഡ്രൈവേഴ്സിനെ പോലെ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവരെ പോലെ തന്നെ പെഡസ്ട്രിയൻസും മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പരിധിവരെ നമുക്ക് റോഡ് ആക്സിഡൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ ചാപ്റ്റർ ഇറ്റ് വാസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ അല്ലേ. സോ ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. താങ്ക് യു ആൾ. Manorama Horizon. Learning made simple.